നിങ്ങൾ ജഗദീഷിന് സീറ്റ് കൊടുത്തു, ധർമ്മജന് സീറ്റ് കൊടുത്തു, ധർമ്മജന് സീറ്റ് കൊടുത്തു. അപ്പൊ സുരേഷ് ഗോപിക്ക് നിങ്ങൾക്ക് സീറ്റ് കൊടുക്കും, നിങ്ങൾക്ക് സീറ്റ് തരില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് സുരേഷ് ഗോപി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ പോലെ കേരളത്തിൽ അടിത്തറയുള്ള ഒരു സ്ഥലത്ത് ഒരു പൊളിറ്റീഷ്യൻ അതിലൊക്കെ ഉപരിയായിട്ട് അതിലൊക്കെ ഉപരിയായിട്ട് ശ്രീമതി ദീപ ഒരു വലിയ മനുഷ്യശ്രീ. ദീപാജി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് ജയിച്ചത്. പറയട്ടെ പ്ലീസ്. സഹതാപം ഇല്ല അവിടെ. ഓക്കെ, മരണത്തിന്റെ പുറത്തുകളല്ല സഹതാപം കൊണ്ട് ജയിക്കണമെങ്കിൽ സഹതാപം ഈസ് നോട്ട് എ ഫാക്ടർ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓ രാജഗോപാലിന്റെ നിയമസഭാ സീറ്റ് പിന്നെ പിന്തുടർന്ന് പോവാൻ പറ്റിയില്ല? എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാകാത്ത കാര്യേ, ഇവര് ഈ ഇലക്ഷൻ തോട്ട് ഇപ്പൊ വോട്ടിംഗ് മെഷീൻ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചപ്പോ അത് സഹതാപം. നിങ്ങള് ഒരാളുടെ വിജയത്തെ അംഗീകരിക്കാൻ പഠിക്കും. രാഹുൽ ഗാന്ധിക്ക് ഇത്രയും സീറ്റുകൾ ഇന്ത്യക്കാർ കൊടുത്തത് സഹതാപം കൊണ്ടാണോ കോൺഗ്രസിന്റെ മികവ് കൊണ്ടാണോ? ഇത്രയും അതല്ല തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഭാരതം ശ്രീമതി ദീപ അദ്ദേഹത്തെ എങ്ങനെയാണ് ഇവിടെ ചിത്രീകരിക്കുന്ന പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു ഐതിഹാസിക യാത്രയിലൂടെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് അദ്ദേഹത്തോട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശ്രീമതി ദീപ എട്ടും പൊട്ടും തിരിയാത്ത ഒരാള് ഭാരതം മുഴുവൻ നടക്കുന്നു. പാവം, ഇരിക്കട്ടെ ഒരു വോട്ട്, ഇരിക്കട്ടെ ഒരു വോട്ട്. അങ്ങനെ അത് ജനം ടിവിയുടെയും ഒരു വിഭാഗം ബിജെപിക്കാരുടെയും അനിൽ നമ്പ്യാർജിയുടെയും മാത്രം കോൺസെപ്റ്റ്. പക്ഷേ ഭൂരിഭാഗം വരുന്ന ഇന്ത്യക്കാർ പറയുന്നു ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഞങ്ങളെ നയിക്കാൻ യോഗ്യനാണെന്ന്. സിമ്പതി ഫാക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൗണ്ടർ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ തോൽപ്പിച്ച സ്മൃതി ഇറാനി എവിടെ? ബോധ്യപ്പെട്ടു. പക്ഷെ എന്നിട്ടും 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ബിജെപിക്ക് കിട്ടേണ്ട 40% സീറ്റ് പോലും 40%. നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? ഒരു ക്ലാരിറ്റി, ഈ വിശദീകരണത്തിൽ ഒരു ക്ലാരിറ്റി വരട്ടെ പ്ലീസ്. സംസാരിക്കാൻ അല്ല ഒരു മിനിറ്റ്, അല്ല സമയം തരും. ഒന്ന് ക്ഷമിക്കുന്നേ പ്ലീസ്. കളക്റ്റീവ് അറ്റാക്ക് അല്ല ഇത്, കളക്റ്റീവ് അലമ്പാണ്. ഒറ്റയ്ക്കിരുന്ന് വേറെ ഒരാളെ ദീപാജി സംസാരിക്കുന്ന സമയത്ത് ഒരാൾ ഇടയിൽ കയറുന്നില്ല. ശ്രീജിത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ശ്രീജിത്തിനെ സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ കയറി ബഹളം ഉണ്ടാക്കി. അല്ലെ തീർത്തില്ല, പറഞ്ഞു തീർത്തില്ല. അല്ലല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് മറുപടി പറഞ്ഞിട്ട് പറയേണ്ട കാര്യമല്ല. ഗോപകുമാർ സാറും അതേ കാര്യം പറഞ്ഞു. വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ കമ്പാരിസൺ ആണ്. അപ്പൊ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി മുരളീധരനായാലും ശരി, ശോഭാ സുരേന്ദ്രനായാലും ശരി, ഞാൻ BJP പ്രതിനിധി എന്ന് പറയുന്ന നിലയിൽ എനിക്ക് എന്നെ മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും പാർട്ടിക്ക് ഒരുപോലെ തന്നെയാണ്, രണ്ടുപേരും പാർട്ടിയുടെ സമുന്നതരായ നേതാക്കളാണ്. ഇപ്പോ വി മുരളീധരന് പകരം ശോഭാ സുരേന്ദ്രൻ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒരു ഫാക്ട് പറയുകയാണ്. ഇപ്പോൾ വി മുരളീധരൻ 2016 കഴക്കൂട്ട് അസംബ്ലിയിൽ 43,000 വോട്ട് പിടിച്ചു. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ അവിടെ വരുമ്പോൾ അവർക്ക് 43,000 എത്താൻ പറ്റിയിട്ടില്ല. എന്റെ അർത്ഥം ശോഭാ സുരേന്ദ്രൻ മോശം കാൻഡിഡേറ്റ് ആണെന്നല്ലോ. ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ വി മുരളീധരൻ ആയിരുന്നാൽ അദ്ദേഹം ഇപ്പൊ ഗംഭീരമായി പെർഫോം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോ ഒരുപാട് പുറകിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയുന്നതിനകത്ത് കാരണം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും 6,000 7,000 വോട്ടിന് മാത്രം പുറകിലാണ് അദ്ദേഹം 1ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയുമായിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ ഈ കാണുന്ന ഒരുപാട് വലിയ PR പുഷുകളൊന്നും തന്നെ വി മുരളീധരന് വേണ്ടി കണ്ടിട്ടുമില്ല. അദ്ദേഹം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം കൃത്യമായിട്ട് സംഘാടന പ്രവർത്തനം നടത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ആ തലത്തിൽ കാണാൻ കഴിയില്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ലീഡറുണ്ട്, അവർക്ക് ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ അവർ പോയി അവർ അതിഗംഭീരമായ പ്രകടനം അവിടെ നടത്തിയിട്ട് അത്ര മോശം
മോശം മണ്ഡലമൊന്നുമല്ല. അപ്പൊ അമ്പലപ്പുഴയും ചെങ്ങന്നൂരും ഒക്കെ ഉൾപ്പെടുന്നതാണ്. ചെങ്ങന്നൂരില്ല, അമ്പലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ മണ്ഡലം. ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ആ ഒരു തലത്തിൽ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശ്രീജിത്ത് നേരത്തെ സംസാരിച്ചപ്പോഴാണ് ഇടപെട്ടത്. പറഞ്ഞതെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ ആ ഒരു ഇഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞതാണ്. പത്മജ ഫാക്ടർ. ഞാൻ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മാത്രം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എല്ലാ വിജയിച്ച സ്ഥാനാർത്ഥികളും കെ സുധാകരൻ അടക്കം, ഞാനത് പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് മറ്റ് ചുമതലകളുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അടക്കം മത്സരിക്കട്ടെ എങ്കിൽ TN പ്രതാപൻ, ഈ പ്രശ്നമൊന്നും ഇല്ലാത്ത TN പ്രതാപൻ അങ്ങോട്ട് മാറി നിൽക്കൂ, വടകരയിൽ നിന്നൊരാൾ ഇവിടെ വരട്ടെ, പാലക്കാട്ട് നിന്ന് ഷാഫി അങ്ങോട്ട് പോകട്ടെ എന്ന് തീരുമാനിച്ച നീക്കുപോക്കിന്റെ അടിസ്ഥാനം അതിന് രാഷ്ട്രീയമായി അല്ലാതൊരു കാരണം. ഞാൻ മറുപടി പറയട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന് പറയുന്ന സീറ്റ് TN പ്രതാപൻ മത്സരിക്കുകയാണെങ്കിൽ പോലും സുരേഷ് ഗോപി അവിടെ BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും ഉള്ള ഒരു വിലയിരുത്തൽ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. ഒരു നമ്മൾ സ്ഥാനാർത്ഥികളുമായിട്ട് സംബന്ധിച്ച ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാര്യം ഒരു ശക്തമായിട്ടുള്ള ഒരു ഇത് വരും. പിന്നെ സുരേഷ് ഗോപി പറയട്ടെ, കണ്ടോ എന്റെ ഫെയർ ചെയ്യില്ല. ഒറ്റ ചോദ്യമാണ്, ലോജിക്കലായിട്ടൊരു ചോദ്യമാണ്. TN പ്രതാപൻ ഞാൻ പറയട്ടെ, 1 ലക്ഷത്തിന് പുറത്ത് ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് 5 വർഷം കൊണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഞാൻ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നു, വ്യക്തി അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പറയൂ, ജനപ്രതിനിധിയാണ്. അത് ഒരു ജനപ്രതിനിധി ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഐ എം ലേബിൾ ടു ഡു ദാറ്റ് എന്നാണ് ജനങ്ങളുടേത്. പക്ഷെ ഒരു ഔട്ട്സൈഡർ വന്ന് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ അത് അവർ നമുക്ക് ഫോർ ഗ്രാൻഡഡ് അവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, ജനപ്രതിനിധി പാർലമെന്റിൽ പോയിട്ട് 3 തവണ സസ്പെൻഷൻ. അത് നിങ്ങളുടെ ആയാലും ജനപ്രതിനിധി തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവര് കമ്മിറ്റഡ് ആയിട്ടുള്ളവരാണ്. അവരത് ചെയ്യുന്നത് അക്കൗണ്ടബിൾ അല്ല ജനങ്ങൾക്ക്. അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു ഔട്ട്സൈഡർ വന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അക്കൗണ്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അയാൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഹി ഡൺ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഒരു സഹതാപം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ ജനങ്ങളെ മുഴുവൻ